എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 68 മുതൽ 73 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അനുഷ്ടുപ്പ് വൃത്തത്തിലാണ് എല്ലാ ശ്ലോകങ്ങളും. ഈ ശ്ലോകങ്ങളിലും കഥ തുടർന്ന് പറഞ്ഞു വരികയാണ്. ശ്രീരാമൻ ബാലിയെ വധിക്കാൻ പ്രാപ്തനാണ് എന്ന് സുഗ്രീവന് മനസ്സിലായിട്ട് ശ്രീരാമനെയും കൊണ്ട് കിഷ്കിന്ധയിലേക്ക് ചെന്നു എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം നിർത്തിയത്. പിന്നീട് അങ്ങോട്ട് എന്താണ്ടായത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം 68ാമത്തെ ശ്ലോകം നോക്കാം. തതോ ഗർജദ്ധരിവര സുഗ്രീവോ ഹേമപിംഗള തേന നാദേന മഹതാ നിർജഗാമഹരീശ്വര. ഇതാണ് 68ാമത്തെ ശ്ലോകം. അങ്ങനെ ഗുഹ, ആ കിഷ്കിന്ധ എന്ന് പറയുന്നത് ഒരു ഗുഹയാണെന്ന് പറഞ്ഞു. ആ ഗുഹയുടെ അടുത്ത് ചെന്നിട്ട് സുഗ്രീവൻ എന്താ ചെയ്തത്? അതിനുശേഷം ഹേമപിംഗള സുഗ്രീവ, സുഗ്രീവൻ എന്ന് ആ വാനരൻ്റെ പേരാണ്. ഹേമപിംഗളൻ എന്നുള്ളത് സുഗ്രീവൻ്റെ നിറമാണ്. ഹേമം പോലെ, അതായത് സ്വർണം പോലെ പിംഗളമായ മഞ്ഞ നിറത്തോടു കൂടിയ ആ വാനരൻ, സുഗ്രീവൻ എന്നു പേരുള്ള ആ വാനരൻ എന്ത് ചെയ്തു? അഗർജത്, അതാണ് തതോ ഗർജത് ഹരിവര. അഗർജത് ഹരിവര. ഹരിവരൻ എന്നുള്ളത് കൊണ്ട് ഹരി എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുള്ളൊരു നാനാർത്ഥകമായിട്ടുള്ളൊരു വാക്കാണ്. ഭഗവാൻ മഹാവിഷ്ണു എന്നർത്ഥമുണ്ട്. ഹരി എന്നുള്ളതിന് സിംഹം എന്നർത്ഥമുണ്ട്, കുരങ്ങൻ എന്നർത്ഥമുണ്ട്, ഇന്ദ്രൻ എന്നർത്ഥമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു നാനാർത്ഥക പദമാണ്. ഇവിടെ കുരങ്ങൻ എന്ന് തന്നെയാണ് അർത്ഥം. ആ ഹരിവരൻ സുഗ്രീവൻ, ഹേമപിംഗളനായിട്ടുള്ള സ്വർണ്ണവർണ്ണത്തിലുള്ളവനായ ആ സുഗ്രീവൻ കിഷ്കിന്ധയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് എന്ത് ചെയ്തു? ഉറക്കെ അങ്ങോട്ട് ഒച്ചയിട്ടു, ഗർജനം ചെയ്തു. അഗർജത്, അതൊരു പോരിന് വിളിയാണ്. തൻ്റെ ജ്യേഷ്ഠനെ യുദ്ധത്തിനായിട്ട് വിളിക്കുകയാണ് ചെയ്തത്. തേന നാദേന മഹതാ നിർജഗാമ ഹരീശ്വര. തേന മഹതാ നാദേന, ആ വലിയ നാദം, ആ വലിയൊരു ശബ്ദം കേട്ടപ്പോൾ, ഗുഹാമുഖത്ത് നിന്ന് വലിയൊരു ശബ്ദം അകത്തേക്ക് ചെല്ലുകയാണ്, കിഷ്കിന്ധയുടെ അകത്തേക്ക്. അത് കേട്ടപ്പോൾ ഹരീശ്വര നിർജഗാമ, ഹരീശ്വരൻ, ഹരീശ്വരൻ എന്ന് പറഞ്ഞാൽ ബാലിയാണ് ഉദ്ദേശിക്കുന്നത്. ഹരിവരൻ, ഹരീശ്വരൻ എന്നൊക്കെ വെവ്വേറെ പദങ്ങളെ കൊണ്ട് പറയാണ്. ഒക്കെ കുരങ്ങന്മാരെ തന്നെ അർത്ഥം. മിടുക്കന്മാരായിട്ടുള്ള, നല്ല വീര്യമുള്ള, പോരിന് ശക്തനായിട്ടുള്ള കുരങ്ങന്മാരെ പറയണ പേരാണ് ഹരീശ്വരൻ എന്നൊക്കെ. അങ്ങനെ ആ ബാലി എന്തു ചെയ്തു? നിർജഗാമ, പുറത്തേക്ക് വന്നു. അപ്പോൾ ജഗാമ എന്ന് പറഞ്ഞാൽ വന്നു എന്നർത്ഥം, നിർജഗാമ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വന്നു എന്നാണ് അർത്ഥം. അങ്ങനെ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എന്താ ഉണ്ടായത്? താര, തൻ്റെ പത്നിയായിട്ടുള്ള, ബാലിയുടെ പത്നിയായിട്ടുള്ള താരയ്ക്ക് ലേശം ബുദ്ധിമുട്ടോ വിഷമമൊക്കെ ഉണ്ടായി. സുഗ്രീവൻ എന്താണ് ഇവിടെ നിന്ന് വെല്ലുവിളിക്കുന്നത്? എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള ശക്തി എവിടുന്നാണ് കിട്ടിയതെന്നുള്ളതൊക്കെ താരയുടെ മനസ്സിലുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ വർണ്ണിക്കുന്നില്ല. ബാക്കി എന്താണ് പറയണതെന്ന് നോക്കാം. 69ാമത്തെ ശ്ലോകം നോക്കൂ. അനുമാന്യ തദാതാരാം സുഗ്രീവേണ സമാഗത നിജഘാന ച തത്രൈനം ശരേണൈകേന രാഘവ. അങ്ങനെ ആ ഗുഹയിൽ നിന്ന് പോരുമ്പോൾ താരയ്ക്കൊരു വിഷമമുണ്ടായിരുന്നു. അതാണ് പറയണത്. അനുമാന്യ തഥാ താരാം, താരാം അനുമാന്യ, താരയെ ബഹുമാനിച്ചിട്ട്, താരയെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട്. അതാണ് താരയ്ക്ക് ഒരു ദുഃഖം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് സുഗ്രീവൻ വന്നതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് അനുമാന്യ എന്ത് ചെയ്തു? സുഗ്രീവേണ സമാഗത വാലി, ബാലി സുഗ്രീവനുമായിട്ട് ചേർന്നു, അതായത് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. സുഗ്രീവേന സമാഗത, അതിനുശേഷം അവിടെ വച്ചിട്ട് ഏകേന ശരേണ രാഘവ തത്ര ഏനം നിജഘാന. തത്ര, ആ കിഷ്കിന്ധ ഗുഹയുടെ മുമ്പിൽ വെച്ച, രാജ്യത്തിൽ വച്ചിട്ട് രാഘവൻ ഏകേന ശരേണ, തൻ്റെ കയ്യിലുള്ളതായ ഒരൊറ്റ ശരം, അതിൻ്റെ പ്രയോഗം കൊണ്ട് ഏനം ബാലിനം നിജഘാന, വധിക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീരാമൻ തൻ്റെ കയ്യിലുണ്ടായിരുന്നതായ ഒരൊറ്റ അസ്ത്രം, അതിൻ്റെ പ്രയോഗം കൊണ്ട് സുഗ്രീവൻ്റെ കൂടെ യുദ്ധം ചെയ്യുകയായിരുന്ന ബാലിയെ വധിക്കുകയും ചെയ്തു എന്നാണ് പറയണത്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. 70ാമത്തെ ശ്ലോകം നോക്കൂ. തത സുഗ്രീവവചനാദ്ധത്വാ വാലിനമാഹവേ സുഗ്രീവമേവ തദ്രാജ്യേ രാഘവ പ്രത്യപാദയത്. തഥ, അതിനുശേഷം
അതായത് ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ ഏകേന ശരേണ നിജഘാന എന്ന് പറയുമ്പോൾ വധിച്ചു, ജഘാന എന്നുള്ളതിന് വധിച്ചു എന്ന് തന്നെയാണ് അർത്ഥമെങ്കിലും അസ്ത്രം പ്രയോഗിച്ചു എന്നോ അസ്ത്രം കൊണ്ട് മുറിവേൽപ്പിച്ചു എന്നൊക്കെ അർത്ഥം പറഞ്ഞാൽ മതി. ഈ ഒരു ശ്ലോകത്തിലാണ് വധിച്ചു എന്ന് വ്യക്തമായിട്ട് പറയണത്. അതിനുശേഷം സുഗ്രീവവചനാത്, സുഗ്രീവൻ പറയണത് കേട്ടിട്ട് രാഘവൻ എന്തു ചെയ്തു? ആഹവേ വാലിനം ഹത്വ, ആഹവേ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ബാലിയെ വധിച്ചിട്ട്. അപ്പോൾ ബാലിയെ വധിച്ചപ്പോൾ എന്തുണ്ടായി? കിഷ്കിന്ധ രാജ്യത്തിൽ അരാജകത്വം വന്നു, രാജാവ് മരിച്ചുപോയി. അപ്പോൾ അവിടെ ആരെ രാജാവാക്കി വാഴിച്ചു? തദ്രാജ്യേ, ആ രാജ്യത്തിൽ സുഗ്രീവനെ തന്നെ രാജാനം പ്രത്യപാദയത്, രാജാവായിട്ട് രാഘവ പ്രത്യപാദയത്, രാജാവായിട്ട് സുഗ്രീവനെ രാമൻ വാഴിക്കുകയും ചെയ്തു. അങ്ങനെ ബാലി മരിച്ചതോടു കൂടിയിട്ട് കിഷ്കിന്ധ അനാഥമായി. ആ കിഷ്കിന്ധയുടെ രാജാവായിട്ട് ശ്രീരാമൻ സുഗ്രീവനെ തന്നെ വാഴിച്ചു. അതുവരെ ഋഷിമുഖ പർവ്വതത്തിൽ വസിച്ചിരുന്നവനായ സുഗ്രീവൻ തിരിച്ച് കിഷ്കിന്ധയിലേക്ക് വരികയും ചെയ്തു. അതാണിവിടെ പറഞ്ഞ് നിർത്തിയത്. അതാണ് തദ്രാജ്യേ രാഘവ പ്രത്യപാദയത്. പ്രത്യപാദയത് എന്നുള്ളതിന് രാജാവായിട്ട് വാഴിച്ചു എന്നാണ് അർത്ഥം പറയേണ്ടത്. ഇന്നത്തെ കാലത്തെ പ്രത്യപാദയത് എന്ന് പറഞ്ഞാൽ വിസ്തരിച്ചു പറഞ്ഞു, പഠിപ്പിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതിനെയാണ് പ്രത്യപാദയത് എന്ന് പറയണത്. അല്ലെങ്കിൽ രാമൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് സുഗ്രീവൻ അവിടെ രാജാവായി തീർന്നു എന്നും വേണമെങ്കിൽ പറയാം. അതിനുശേഷം സുഗ്രീവൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് 71-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. സച സർവാൻ സമാനീയ വാനരാൻ വാനരർഷഭ ദിശഃ പ്രസ്ഥാപയാമാസ ദിദൃക്ഷുർജനകാത്മജാം. രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടതിനു ശേഷം സുഗ്രീവൻ എന്ത് ചെയ്തു? സർവാൻ വാനരാൻ സവാനരഷഭ സമാനീയ. രാജാവാകുമ്പോൾ എല്ലാവരെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്താനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. അങ്ങനെ അവിടെ ആ രാജ്യത്തിലുണ്ടായിരുന്ന സകല കുരങ്ങന്മാരെയും വാനരന്മാരെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. ആര്? വാനരർഷഭ സുഗ്രീവ. വാനരന്മാരുടെ അതിൽ വച്ചിട്ട് ശ്രേഷ്ഠനായിട്ടുള്ള വാനരപുങ്കവ, വാനര ഋഷഭ എന്നൊക്കെ പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നർത്ഥത്തിലാണ്. ഗജേന്ദ്രൻ, ഇന്ദ്രപദം, അതുപോലെ പുങ്കവപദം, ഋഷഭപദം ഒക്കെ ശ്രേഷ്ഠവാചിയായിട്ട് പറയാറുണ്ട്. അതാണ് വാനര ഋഷഭ. ശ്രേഷ്ഠനായിട്ടുള്ള ആ കുരങ്ങൻ സുഗ്രീവൻ തൻ്റെ അടുത്തേക്ക് രാജ്യത്തിലുണ്ടായിരുന്ന സകല വാനരന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്തു? ദിശഃ പ്രസ്ഥാവയാമാസ ദിദൃക്ഷുർ ജനകാത്മജാം. ജനകാത്മജാം ദിദൃക്ഷു. ജനകാത്മജ, ജനക മഹാരാജാവിൻ്റെ പുത്രിയായിട്ടുള്ള സീതയെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ദിദൃക്ഷു കാണുന്നതിന് വേണ്ടിയിട്ട്. അതായിരുന്നല്ലോ സത്യം. ബാലിയെ വധിച്ച് രാജ്യം കൊടുക്കാം, ബാലിയെ വധിച്ചോളാമെന്ന് ശ്രീരാമൻ സുഗ്രീവന് വാക്കുകൊടുത്തപ്പോൾ ശ്രീരാമനോട് സുഗ്രീവൻ വാക്കുകൊടുത്തത് അതാണ്, രാജാവായാൽ ഞാൻ സീതയെ കണ്ടുപിടിക്കാനുള്ള സകല സഹായങ്ങളും ചെയ്തു തരാമെന്ന്. അങ്ങനെ സുഗ്രീവൻ തൻ്റെ സൈന്യങ്ങളെയൊക്കെ വിളിച്ചിട്ട് ദിശഃ പ്രസ്ഥാപയാമാസ സർവാൻ വാനരാൻ, അവരെ മുഴുവനും തന്നെ പല പല ദിക്കുകളിലേക്ക് പറഞ്ഞയച്ചു. എന്തിനു വേണ്ടിയിട്ട്? ജനകാത്മജാം ദിദൃക്ഷു, ജനകാത്മജയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് താൻ ദിശ എന്ന് പറഞ്ഞാൽ ദിക്കുകളിലേക്ക്, സ്ത്രീലിംഗം ബഹുവചനമാണ്. ദിശൗ ദിശ എന്നുള്ള ദിക് ശബ്ദത്തിൻ്റെ ദ്വിതീയ ബഹുവചന രൂപമാണ് ദിശ, ദിക്കുകളിലേക്ക്. പ്രസ്ഥാപയാമാസ പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെ എന്താണ് പിന്നെ സംഭവിച്ചത് എന്ന് പറയാണ് 71-ാമത്തെ ശ്ലോകം. വളരെ ചുരുക്കിയാണ് പറയണത്. തതോ ഗൃദ്ധസ്യ വചനാത് സമ്പാദേർ ഹനുമാൻ ബലി ശതയോജന വിസ്തീർണം പുപ്ലുവേ ലവണാർണവം. അങ്ങനെ പല ദിക്കിലേക്കും പോയി. അതിലൊരു കൂട്ടർ തെക്കൻ ദിക്കിലേക്കും പോയി. അതാണ് ഇവിടെ പറയണത്. തതഹ, അങ്ങനെ ഗൃദ്ധസ്യ സമ്പാതേഹേ വചനാത് ബലി ഹനുമാൻ. തെക്ക് ദിക്കിലേക്ക് രാമേശ്വരം ഭാഗത്തേക്ക് പോയ കൂട്ടത്തിൽ ഒരാളാണ് ബലിഷ്ഠനായിട്ടുള്ള ഹനുമാൻ. ആ ഹനുമാൻ എന്തു ചെയ്തു? ഗൃദ്ധസ്യ സമ്പാതേഹേ വചനാത്. ഗൃദ്ധം എന്ന് പറഞ്ഞാൽ കഴുകനാണ്. സമ്പാതി എന്ന പേരുള്ള ഒരു കഴുകൻ്റെ വാക്ക് കേട്ടിട്ട് നമുക്കറിയാം, ജടായുവിൻ്റെ ജ്യേഷ്ഠനാണ് സമ്പാതി. ജടായുവും സമ്പാദിയും കൂടിയിട്ട് സൂര്യനെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു മത്സരം നടത്തുകയും അവസാനം ജടായുവിന് എന്തോ കുഴപ്പം വരും, എന്തോ കുഴപ്പമല്ല, സൂര്യൻ്റെ രശ്മികൾ തട്ടി കത്തിപ്പൂന്നു വന്നപ്പോൾ സമ്പാതി അനിയനെ രക്ഷിക്കാൻ വേണ്ടി മീതെ കയറി പറക്കുകയും
ജടായു രക്ഷപ്പെടുകയും സമ്പാദിയുടെ ചിറകുകളൊക്കെ കത്തിപ്പോവുകയും ചെയ്തു. അങ്ങനെ രാമേശ്വരത്ത് ഒരു ഗുഹയിൽ കിടക്കുകയായിരുന്ന സമ്പാദിക്ക് ശ്രീരാമൻ്റെ കഥകൾ കേട്ടതോടു കൂടിയിട്ട് ചിറക് വരികയും തൂവലുകൾ വരികയും സമ്പാദി പൊങ്ങിപ്പറന്നിട്ട് ലങ്കയിലാണ് സീത ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വാനരന്മാരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അത് കേട്ടിട്ട്, അതാണ് സമ്പാദേഹേ ഗൃധ്രസ്യ വചനാത്, ഗൃധ്രം ആയിട്ടുള്ള കഴുകനായിട്ടുള്ള സമ്പാദി എന്ന് പറഞ്ഞ ആ പക്ഷി കഴുകൻ, അതിൻ്റെ വാക്ക് കേട്ടിട്ട് ഹനുമാൻ, ബലവാനായിട്ടുള്ള ഹനുമാൻ എന്തു ചെയ്തു? ശതയോജന വിസ്തീർണം ലവണാർണവം പുപ്ലുവേ, 100 യോജന വീതിയുള്ളതായ വിസ്തൃതമായി കിടക്കുന്നതായ ആ ലവണാർണവത്തെ, ലവണാർണവം, അർണവം എന്ന് പറഞ്ഞാൽ തന്നെ ഉപ്പുള്ളതാണ്, ഒന്നുകൂടി എടുത്ത് പറയാണ് ആ വിശേഷപ്പെട്ട സമുദ്രം, ആ സമുദ്രത്തിനെ എന്തു ചെയ്തു? പുപ്ലുവേ, പുപ്ലുവേ എന്ന് പറഞ്ഞാൽ തരണം ചെയ്തു. സമ്പാദിയാണ് ആ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തത്, അവിടെ സീത ഉണ്ട് എന്നുള്ളത് ഉറപ്പ് കൊടുത്തതും സമ്പാദി തന്നെയാണ്. കഴുകന്മാരുടെ ആ ദൂരേക്കുള്ള കാഴ്ചയാണ് പറയണത്. അങ്ങനെ ആ ലങ്കയിൽ സീത ഇരിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയ സമ്പാദിയുടെ വാക്കുകൾ കേട്ടിട്ട് ഹനുമാൻ 100 യോജന വിസ്തീർണമുള്ളതായ കടൽ, സമുദ്രം ചാടി അപ്പുറത്തേക്ക് കടന്നു. അവിടെ ചെന്നിട്ടോ 73ാമത്തെ ശ്ലോകം നോക്കൂ. തത്ര ലങ്കാം സമാസാദ്യ പുരീം രാവണപാലിതാം ദദർശ സീതാം ധ്യായന്തീം അശോകവനികാം ഗതാം. തത്ര ലങ്കാം, അവിടെ ചെന്നിട്ട് ആ ലങ്കയിലെത്തിയപ്പോൾ ഹനുമാൻ എന്താണ് കണ്ടത്? പുരീം സമാസാദ്യ, എന്തായാലും പതുക്കെ ആ പട്ടണത്തിലേക്ക് ചെന്നു. അവിടേക്കാണല്ലോ, അവിടെ എവിടെയോ ആണ് സീത ഇരിക്കണതെന്ന് മനസ്സിലാക്കിയിട്ട് നഗരത്തിലേക്ക് ചെന്നപ്പോൾ രാവണപാലിതാം പുരിയും സമാസാദ്യ, രാവണനാൽ പരിപാലിക്കപ്പെട്ടതായിട്ടുള്ള ആ പുരി, അതായത് ലങ്കാപുരി, അതിൻ്റെ നഗരഭാഗം, അവിടെ ചെന്നിട്ട് സീതയെ കണ്ടുപിടിച്ചു. എവിടെയാണ് കണ്ടത്? അശോകവനികാം ഗതാം ധ്യായന്തീം സീതാം ദദർശ. അശോകവനികയിൽ ഇരിക്കുന്നവളായ, ശ്രീരാമനെ തന്നെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്നവളായിട്ടുള്ള ധ്യായന്തീം, അതാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഭർത്താവുമായിട്ടുള്ള സമാഗമത്തെ ആഗ്രഹിച്ചുകൊണ്ട് രാമനെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവളായ സീതാം ദദർശ, സീതയെ കാണുകയും ചെയ്തു എന്നർത്ഥം. അങ്ങനെ രാവണനാൽ പരിപാലിക്കപ്പെട്ട ലങ്കയിലേക്ക് ഹനുമാൻ എത്തിച്ചേരുകയും സീതയെ കാണുകയും ചെയ്തു എന്നുള്ള കഥ വരെയാണ് ഇന്നത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞു നിർത്തിയത്. ഇനി ഹനുമാൻ അവിടെ ലങ്കയിൽ എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തതോ ഗർജദ്ധരിവര സുഗ്രീവോ ഹേമപിംഗള തേന നാദേന മഹതാ നിർജഗാമ ഹരീശ്വര അനുമാന്യ തദാതാരാം സുഗ്രീവേണ സമാഗത നിജഘാന ച തത്രൈനം ശരേണൈകേന രാഘവ തത സുഗ്രീവവചനാദ്ധത്വാ വാലിനമാഹവേ സുഗ്രീവമേവ തദ്രാജ്യേ രാഘവഃ പ്രത്യപാദയത് സ ച സർവാൻ സമാനീയ വാനരാൻ വാനരർഷഭ ദിശഃ പ്രസ്ഥാപയാമാസ ദിദൃക്ഷുർജനകാത്മജാം തതോ ഗൃധ്രസ്യ വചനാത് സമ്പാദേർ ഹനുമാൻ ബലി ശതയോജന വിസ്തീർണം പുപ്ലുവേ ലവണാർണവം തത്ര ലങ്കാം സമാസാദ്യ പുരീം രാവണപാലിതാം ദദർശ സീതാം ധ്യായന്തീം അശോകവനികാം ഗതാം. അങ്ങനെ അശോകവനികയിലിരിക്കുന്ന സീതയെ ഹനുമാൻ കാണുകയും ചെയ്തു. ബാക്കി കഥകളൊക്കെ അടുത്ത ദിവസത്തെ ശ്ലോകങ്ങളിൽ പറയാം. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.